വാർത്തയാണ്. തിരുവല്ല കൂട്ടബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന 4 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഒന്നാം പ്രതി സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ 2 പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. അതിജീവിത ആരോപണം ഉന്നയിച്ച സഹപ്രവർത്തകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സ്പായിൽ നിന്ന് പോലീസുകാർ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വിജിലൻസ് പരിശോധിച്ചേക്കും. ഷിജോ കുര്യൻ വാർത്തയുടെ വിവരങ്ങളും വച്ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോഴും 2 പേർ മാത്രമേ പിടിയിലുള്ളൂ. മാരകമായ ഒരു കുറ്റകൃത്യം, അത് ദൃശ്യങ്ങൾ കൂടി CCTV കൂടിയും അതിജീവിത ശബ്ദത്തിൽ കൂടിയും ഒക്കെ കേരളം കേട്ടതാണ്. ബാക്കി ആൾക്കാർ എവിടെയാണ് ഷിജോ? സ്മിത, ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. തിരുവല്ലയിലെ കൂട്ടബലാത്സംഗത്തിൽ 4 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. സമയബന്ധിതമായി തന്നെ പോലീസ് ഇക്കാര്യത്തിനകത്ത് ഇടപെടുകയും ഒന്നാം പ്രതിയെയും ആ പ്രതിയുടെ മറ്റൊരു കൂട്ടാളി ബെർലിൻ ദാസിനെയും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് 4 പ്രതികൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള വ്യക്തതയില്ലാതെ പോലീസ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-ാം തീയതി ഈ സംഭവം നടക്കുന്നു. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത് ജില്ലാ പോലീസ് മേധാവിയെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത്. ഉടൻ തന്നെ തിരുവല്ല CIയുടെ സംഘം അവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അതിജീവിതയിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പരാതി എഴുതി മേടിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി 2 പ്രതികളെ പിടികൂടിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ സ്ഥാപന ഉടമയെയും അതുപോലെ തന്നെ അതിജീവിതയിൽ നിന്നും വളരെ വിശദമായിട്ടുള്ള മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും തന്റെ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു ക്രൂരകൃത്യം നടന്നതിന് ശേഷവും ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇതുവരെ ഈ സംബന്ധിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പ്രാഥമികമായിട്ട് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ട് പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അതിജീവിതക്കേറ്റ ഈ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി വലിയ തരത്തിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ല DYSP ജിജുവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എല്ലാ ഇടങ്ങളിലേക്കും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരമാവധി വേഗം 2 ദിവസത്തിനുള്ളിൽ ഈ പ്രതികളെ പിടികൂടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആ തിരുവല്ലയിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ തിരുവല്ലയിലെ സ്പാ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഇതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇത് സ്പാകൾ തമ്മിലുള്ള ഒരു കിടമത്സരം ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആരോപണം ഈ സ്പായുടെ ഉടമ പങ്കുവച്ചിരുന്നു. പക്ഷേ കൊട്ടേഷനാണ് എന്ന് പോലീസ് പ്രാഥമികമായിട്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അക്കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്, സ്പാകളെ തകർക്കാനായിട്ട് ആരെങ്കിലും ഇതിന് പിന്നിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പോലീസിനകത്ത് തന്നെ ഒരു ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം കൂടി നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവല്ല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ ഗുണ്ടകളും പോലീസുകാരും തമ്മിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു നെക്സസ് ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പോലീസ് ആഭ്യന്തരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സ്പാകളിൽ നിന്ന് പോലീസ് നിത്യസന്ദർശകരായിരുന്നു എന്നുള്ള ആരോപണം, സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ആ സ്പാകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ആരോപണം, ഇതൊക്കെ വിജിലൻസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കീർണമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിലേറ്റവും പ്രധാനം ഈ ഇരയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒളിവിലുള്ള 4 പ്രതികളെ കൂടി പിടികൂടുക എന്നുള്ളതാണ് പോലീസിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടി സംസ്ഥാന വ്യാപകമായിട്ട് പോലീസ് വല വിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.